കർത്താവിൽ പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ഈ വ്യാഴാഴ്ച ദൈവസന്നിധിയിൽ കൂടുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി കർത്താവിന് നന്ദി പറയാം. ആരോഗ്യവും ബലവും ആമേൻ തന്ന് ഏതെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും അവിടെയും നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന തൻ്റെ അത്യന്ത ശക്തിയുടെ കരം നമുക്ക് വേണ്ടിയുണ്ട്. ഒരു കാര്യത്തിലും ഭാരപ്പെടണ്ട. യേശു നമുക്ക് വേണ്ടിയുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശു കർത്താവിൻ്റെ പൊന്നുകരമുണ്ട്. എപ്പോഴും ഇന്നത്തെ ദിവസം ദൈവിക സന്ദേശമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് മുളച്ച ചില വിത്തുകളാണ് നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിന് വേണ്ടിയതാണ് വെള്ളം വേണം, അല്ലെങ്കിൽ സോയിൽ വേണം, ഓക്സിജൻ വേണം, സൺലൈറ്റ് വേണം. ഇനി അത് മാറ്റി പറയാം, പ്രെയർ വേണം, ചർച്ച് വേണം, വേർഡ് വേണം, ദൈവത്തിൻ്റെ വചനം വേണം. അതുപോലെ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫെലോഷിപ്പ്. റോമർ 10:17 പറയാണ്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ പറയും, നിങ്ങളെവിടെ പോകുന്നതെന്ന് ചോദിക്കുക. അവർ പറയും ഇന്നടത്ത് പോകുന്ന. ഞാൻ പറയും അവിടെ തന്നെ പോകൂ. പക്ഷേ നമുക്ക് ഏറ്റവും വേണ്ടത് വചനം എവിടെ പ്രഘോഷിക്കുമോ, വചനം എവിടെ വിളിച്ചു പറയുമോ അവിടെ നിങ്ങൾ പോകണം. കാരണം ദൈവത്തിൻ്റെ വചനത്തിനെ നമുക്ക് ജീവൻ തരാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആ തകർച്ചയിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്. ദൈവവചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ സീഡിന് മുള പൊട്ടുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ സീഡിന് മുള പൊട്ടുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പം ആ സീഡേന്ന് വരുന്ന മുള അത് പൊട്ടി അടുത്ത വചനം കേൾക്കുമ്പോൾ അതിനു വേണ്ട വളം കൊടുക്കുകയാണ്, അതിനു വേണ്ട വെള്ളം കൊടുക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥന കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നല്ല സോയിൽ കൊടുക്കുകയാണ്, നല്ല സൺലൈറ്റ് കൊടുക്കുകയാണ്, നല്ല ഓക്സിജൻ കൊടുക്കുകയാണ്. നല്ലത് കൊടുക്കുമ്പോൾ ഇത് വളരാൻ തുടങ്ങും. അതുപോലെ വിശ്വാസത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ നമ്മളെ ദൈവം ബിൽഡ് ചെയ്യാൻ തുടങ്ങും, നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങും, നമ്മളെ ചിയറപ്പ് ചെയ്യാൻ തുടങ്ങും, നമ്മളെ പണിയാൻ തുടങ്ങും, നമ്മളെ ഉറപ്പിക്കാൻ തുടങ്ങും, നമ്മളെ ഉത്സാഹിപ്പിക്കാൻ തുടങ്ങും. പല വിശ്വാസവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ലോകത്തിൽ ആശ്രയിക്കുന്നുകൊണ്ടാണ്. പക്ഷേ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒരു വർദ്ധനവ് ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വർദ്ധനവിൻ്റെ കർത്താവാണ്, വർദ്ധിപ്പിക്കുന്ന കർത്താവാണ്. ആ വർദ്ധനവിൻ്റെ കർത്താവ് എല്ലാ മേഖലകളിലും വർദ്ധിപ്പിക്കാൻ മതിയായവനാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒന്നാണ് രക്ഷ. അതെങ്ങനെയാണ് ലഭിച്ചത്? വിശ്വാസത്താൽ. അപ്പം രക്ഷ എനിക്ക് സൗജന്യമായി വിശ്വാസത്താൽ ലഭിച്ചെങ്കിൽ ആ രക്ഷ യേശു ക്രിസ്തുവിലൂടെ ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ വചനം കേൾക്കുമ്പോൾ എന്നെ രക്ഷിച്ച ആ കർത്താവിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. എഫേസ്യർക്കെഴുതിയ ലേഖനം 2:8-9-10 വാക്യങ്ങൾ പറയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. അപ്പം നമ്മുടെ അകത്ത് വിശ്വാസം വന്നതും കൃപയാല. എത്ര പേര് ലോകത്തുണ്ട് പലരും വിശ്വസിക്കാതിരിക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചില്ലേ, ഈ വിത്ത് എനിക്ക് ലഭിച്ചില്ലേ? പ്രയർ സീഡ് വളരാൻ പ്രയർ വേണം, വിശ്വാസം വളരാൻ പ്രയർ വേണം, വിശ്വാസം വളരാൻ കൂട്ടായ്മ വേണം, വിശ്വാസം വളരാൻ ചർച്ച് വേണം, വിശ്വാസം വളരുവാൻ വചനം വേണം. അടുത്ത വാക്യം പറയാണ്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പം എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാ? സൽപ്രവൃത്തിക്ക് വേണ്ടി. ഫെയ്ത്ത്, വിശ്വാസം വർദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിന്നെക്കുറിച്ചുള്ള പദ്ധതി ചെറുതല്ല. ക്രിസ്തു യേശുവിൽ ദൈവം എന്നെ സൃഷ്ടിച്ചത് അനേകർക്ക് അനുഗ്രഹമായി മാറാനാണ്. ഇന്നത്തെ തിരുവചനം ഒന്നുകൂടെ ഞാൻ മറ്റൊരു ഭാഗം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 18-ാം വാക്യം പറയുകയാണ്, നിന്റെ സന്തതി ഇവണ്ണം ആകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് താൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാമിൻ്റെ സാധ്യത താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സാധ്യതയില്ല തൻ്റെ ജീവിതത്തിൽ. തൻ്റെ മേലൊരു വാഗ്ദത്തം താൻ കേട്ടു. എന്താ കേട്ടത്? നിൻ്റെ സന്തതി ഇവണ്ണമാകും. അതെങ്ങനെയാ? ഒരിക്കലും നടക്കത്തില്ലാത്ത സാഹചര്യത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞ വാക്കിനെ താൻ കേട്ടു. സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പോൾ തൻ്റെ വിശ്വാസത്തിൽ തനിക്ക് ക്ഷീണിക്കാൻ ഒത്തിരി സാഹചര്യമുണ്ട്, പക്ഷെ താൻ ക്ഷീണിച്ചില്ല. ഇന്ന് പ്രഭാതത്തിൽ
പ്രഭാതത്തിൽ കേൾക്കുന്നതോട് പറയാം, നിങ്ങളുടെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണും, പക്ഷേ അതൊന്നും പിടിക്കരുത്. ധൈര്യത്തോടെ മുമ്പോട്ട് പോകണം. കർത്താവ് തലമുറകളില്ലാത്തവനാണോ? തലമുറയെ ദൈവം തരും. ദൈവം പറഞ്ഞ വാഗ്ദത്തം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ വ്യാഴാഴ്ച നിങ്ങളിത് ഈ സന്ദേശം കേൾക്കുമ്പോൾ ആമേൻ, ആ വാഗ്ദത്തം നിങ്ങളുടെ മേലുണ്ട്. ആമേൻ, തലമുറകളില്ലാത്തവർക്ക് ഈ സന്ദേശം അയച്ചു കൊടുത്താട്ടെ. അവരുടെ പ്രാർത്ഥന, അവരുടെ ചർച്ച്, അവരുടെ ഫെലോഷിപ്പ്, അവർക്ക് കിട്ടുന്ന ഫെലോഷിപ്പ്, അവർക്ക് കിട്ടുന്ന വചനം, അതിനെ ഈ ദിവസങ്ങളിൽ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് അവർ ദൈവിക നന്മ അനുഭവിക്കാനുള്ള വഴികൾ കർത്താവ് തുറക്കാൻ പോകും. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. അവന് കണക്കിട്ടു എന്ന് പറയുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമുക്കും വേണ്ടിയുള്ള, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ വചനം കേവലം അന്ന് അബ്രഹാമിന് സംഭവിച്ചു അല്ല, ഇന്ന് ഈ വചനം ജീവനോടെയുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആ യേശുവിൻ്റെ കരം, ആമേൻ. അസാധ്യമെന്ന് പറഞ്ഞത് എല്ലാവരാലും കൈവിട്ട അവസ്ഥയാണോ? ഇല്ല. നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ കൂട്ടായ്മ, നിനക്ക് കർത്താവിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, നിന്നെ ഈ ദിവസങ്ങളിൽ കർത്താവ് പണിയാൻ പോവുക. എല്ലാ മേഖലയിലും കർത്താവ് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവുക. ആ വിശ്വാസത്തിൽ ദിവസങ്ങൾ ഉറച്ചു. കർത്താവ് ചിലത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. അബ്രഹാമിന് 100 വയസ്സാണ്. ആമേൻ. സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമാണ്. എങ്കിലും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ആ സാധ്യതയ്ക്കകത്ത് നിനക്ക് വേണ്ടിയ നന്മ ഇരിപ്പുണ്ട്. ആമേൻ. ഈ ദിവസങ്ങളിൽ ആ വിശ്വാസമെന്ന ആ വിത്ത് ദിവസങ്ങളിൽ വളരുമാറാക്കുന്നത് ദൈവമാണ്. ആമേൻ. നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആമേൻ, വചനം കേൾക്കാനും കൂട്ടായ്മ ആചരിക്കാനും പ്രാർത്ഥിക്കുവാനും, ആമേൻ, വചനം കേൾക്കുമ്പോഴും അല്ലെ കൂട്ടായ്മയിലും, ആമേൻ, നിന്നെ ഈ ദിവസങ്ങളിൽ ദൈവം പണിയാൻ പോവാണ്. He is going to build you. He is going to, ആമേൻ, strengthen you. He is going to, ആമേൻ, cheer up you. ആമേൻ. ദിവസങ്ങളിൽ നീ പോലും അറിയാതെ ദൈവം നിന്നെ, ആമേൻ, ഉപയോഗിക്കാൻ പോവുക. നിൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സാക്ഷിയായി മാറും. നിങ്ങൾക്ക് ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞത്, രോഗം സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിൻ്റെ മേലുണ്ട്. നീ ദീർഘായുസ്സോടെ ഇരുന്ന് ദൈവത്തിൻ്റെ നന്മകളെ അനുഭവിക്കും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത്, ആമേൻ, പരിശുദ്ധാത്മാവ് എന്നിലൂടെ ദൈവവചനത്തിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഇത് ഏറ്റെടുക്കുന്നതിലൂടെ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ വരത്തുള്ളൂ. ഏറ്റെടുത്താട്ടെ. ആമേൻ. വിശ്വാസത്തിൽ വളർന്നാട്ടെ, കണ്ടാട്ടെ, വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറഞ്ഞാട്ടെ. ആ യേശു മതിയായവനാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഒരു സാധ്യതയില്ലാത്തടത്ത് അബ്രഹാം അത് വിശ്വസിച്ചു. ആമേൻ. ഒരിക്കലും നടക്കത്തില്ലാത്തടത്ത്, മറ്റുള്ളവരൊക്കെ ചിരിക്കാൻ സാധ്യതയുള്ളിടത്ത്, കർത്താവെ, അത് മകൻ, ആമേൻ, ആ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. കർത്താവെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ലോകത്തിൻ്റെ വാക്കുകൾ കേട്ട് നിരാശപ്പെട്ട അവസ്ഥയിലാണ്, തകർന്ന അവസ്ഥയിലാണ്. ഇല്ല കർത്താവേ, ആമേൻ, അങ്ങ് പറഞ്ഞ വാഗ്ദത്തം നീ തലമുറകളെ കാണും. നിൻ്റെ മേൽ തലമുറകളെ കൊണ്ട് ദൈവം അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയാണ്. എല്ലാ സ്പ്ലിറ്റും മാറട്ടെ, എല്ലാ ഭിന്നതകളും മാറട്ടെ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകൾ കൊണ്ട് സ്വർഗ്ഗം നിറയ്ക്കണം. അനുഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം കർത്താവ് ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം. മറ്റ് പലരും ഇന്ന് ഇത് കേൾക്കുന്നല്ലോ കർത്താവെ, കേൾക്കുന്നവരുടെ ജീവിതത്തിൽ, ആമേൻ, തലമുറകളെ മാനിക്കുന്ന കർത്താവ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം എല്ലാ മേഖലകളിലും ഈ ദിവസങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ വ്യാഴാഴ്ച ജയത്തിൻ്റെ ദിവസമാക്കി സ്വർഗ്ഗം അങ്ങ് മാറ്റിയതിനായി നന്ദി പറയുകയാണ്. കർത്താവ് അങ്ങ് വലിയ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. മറ്റുള്ളവർക്ക് വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പേഴ്സണലായിട്ട് അനേകർക്ക് അയച്ചു കൊടുക്കുവാൻ, ആമേൻ, നിങ്ങൾ മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റുകൾ ഇടുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മറ്റ് പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി വിളിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.